നമസ്തേ. സഹകരണത്തിന് ത്യാഗം ആവശ്യമാണ്. പ്രിയരെ, അനാമിക അന്ധയായിരുന്നു. നിസ്സഹായയായ അവളെ ആരും സ്നേഹിച്ചിരുന്നില്ല. അതിൽ അവൾ എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരുന്നില്ല. അവൾ സ്വയം വെറുത്തു. ഈ ലോകം മുഴുവൻ അവളെ അവഗണിച്ചപ്പോഴും അവളുടെ കാര്യങ്ങളിൽ ഏറെ താൽപര്യം കാട്ടിയ ഒരു യുവാവുണ്ടായിരുന്നു, അതിരറ്റ കരുണയുള്ളയാൾ. അനുകമ്പയുടെ പര്യായമായ അയാളോട് ഒരുനാൾ അവൾ പറഞ്ഞു, എനിക്ക് കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങയെ വിവാഹം കഴിക്കുമായിരുന്നു. അന്ധയായ താൻ അന്യന് ഭാരമാകരുതെന്ന് നന്മ നിറഞ്ഞ ചിന്തയായിരുന്നു അവളെ നയിച്ചത്. കാലം കടന്നുപോയി. അവൾക്ക് ഒരാൾ 2 കണ്ണുകൾ ദാനം ചെയ്തു. ശസ്ത്രക്രിയ കഴിഞ്ഞ് കെട്ടഴിച്ചു. അവൾക്ക് എല്ലാം കാണാം. നിരന്തര സഹതാപം കാട്ടി തനിക്ക് ആത്മവീര്യം പകർന്നിരുന്ന യുവാവിനെയും. അയാൾ ചോദിച്ചു, നിനക്കിപ്പോൾ കാഴ്ച കിട്ടിയ സ്ഥിതിക്ക് എന്നെ വിവാഹം കഴിക്കരുതോ? അവൾ യുവാവിന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. അയാൾ അന്ധനാണെന്ന് മനസ്സിലാക്കി. കണ്ണു രണ്ടും അടഞ്ഞിരിക്കുന്നു. അപ്രതീക്ഷിതമായ ആ കാഴ്ച അവളെ ഞെട്ടിച്ചു. ഇയാളെ വിവാഹം കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ പൊട്ടക്കണ്ണുകളിലേക്ക് നോക്കിയിരിക്കണമെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. ഇല്ല, എനിക്കതിന് കഴിയില്ല. എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല, അവൾ പറഞ്ഞു. യുവാവിന്റെ മുഖത്ത് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അയാൾ പിരിയാൻ തയ്യാറായി ചെറിയൊരു കുറിപ്പെഴുതി കൊടുത്തിട്ട് അയാൾ പോയി. എനിക്ക് നിന്നോട് ഇഷ്ടം തന്നെയാണ്. നിന്റെ കണ്ണുകളെ നന്നായി സൂക്ഷിക്കാൻ മറക്കരുത്. നിന്റെയാകുന്നതിനു മുമ്പ് ആ കണ്ണുകൾ എന്റെയായിരുന്നല്ലോ. ഉയരങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ കയറിപ്പോകുന്ന ഏണിയുടെ കാര്യം മറന്നുപോകരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിശയോക്തി നിറഞ്ഞ ഈ സാങ്കല്പിക കഥ. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാടത്ത്.